സൂര്യവംശം. സൂര്യൻ്റെ കിരണങ്ങൾ പോലും അനുഗ്രഹമായി പെയ്തിറങ്ങിയിരുന്ന ഒരു സാമ്രാജ്യം. പച്ചപ്പണിഞ്ഞ പാടങ്ങളും നിറഞ്ഞൊഴുകുന്ന നദികളും സമൃദ്ധമായ വിളകളും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട്. ആ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നത് രാജാധിരാജൻ രുദ്രദേവനും മഹാറാണി വസുന്ധരാദേവിയുമാണ്. നാടിൻ്റെ വളർച്ചയ്ക്കും സമാധാനത്തിനുമായി തങ്ങളുടെ കടമ നിർവഹിച്ചിരുന്ന ഭരണാധികാരികൾ. എന്നിരുന്നാലും സൂര്യവംശത്തിൻ്റെ ഓരോ കോണിലും ഉയർന്ന എല്ലാ പ്രശ്നങ്ങൾക്കും രാജകൊട്ടാരത്തിൻ്റെ വാതിലുകൾ തുറന്നിരുന്നില്ല. ചില കാര്യങ്ങൾ രാജസഭയുടെ പരിധികൾക്കുള്ളിൽ തന്നെ അവസാനിച്ചു. ചില വേദനകൾ പ്രജകളുടെ ഹൃദയത്തിൽ തന്നെ മറഞ്ഞു കിടന്നു. അത്തരം അവസരങ്ങളിൽ രാജാവിൻ്റെയും രാജ്ഞിയുടെയും നിഴലിൽ നിന്ന് മാറി ഒരു രാജകുമാരി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. അരുന്ധതി ദേവി. രുദ്രദേവന്റെയും വസുന്ധരാദേവിയുടെയും ഏകമകൾ. അവൾ കേവലം രാജകിരീടത്തിന്റെ അടുത്ത അവകാശി മാത്രമായിരുന്നു. അവൾ പ്രജകളുടെ വേദന സ്വന്തം വേദനയായി കാണുന്നവളായിരുന്നു. അതിനാൽ തന്നെ ആവാം സൂര്യവംശത്തിന്റെ ജനഹൃദയങ്ങളിൽ അവൾ ഇടം നേടിയിരുന്നത്. രാജാവിനേക്കാളും റാണിയേക്കാളും വാഴ്ത്തപ്പെട്ട രാജകുമാരി അരുന്ധതി ദേവി. അങ്ങുന്നേ 3 നാൾ പിന്നിട്ടിരിക്കുന്നു. ഞങ്ങളുടെ വയലുകളിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞിരിക്കുന്നു. വിത്തെല്ലാം ഉണങ്ങി തുടങ്ങി. ദയവായി ഈ അന്യായത്തിനൊരു അറുതി വരുത്തണമേ. ഇതിനെ ചൊല്ലി ഇത്ര കലഹിക്കേണ്ടത് എന്താണ്? രാജകാര്യങ്ങളിൽ ഇത്തരം ഒരു ചെറിയ വിഷയത്തിന് ഇപ്പോൾ സമയമില്ല. അയ്യോ, ചെറിയ വിഷയമെന്നോ? അങ്ങുന്നേ, ആ നീരിലാണ് ഞങ്ങളുടെ ജീവൻ. ഒരു വിള നശിച്ചാൽ ഞങ്ങളുടെ വീടുകളിൽ അടുപ്പ് കത്തുകയില്ല. പിന്നീട് ഒരിക്കൽ വരിക, ഇപ്പോൾ വഴി മാറി നിൽക്കുക. പിന്നീട് ഒരിക്കൽ എന്നത് എന്നാണ്? ദേവി, ഇവരുടെ അപേക്ഷ ഇതുവരെ രാജസഭയുടെ ചെവികളിൽ എത്തിയില്ലയോ? അയ്യോ ദേവി, ഇതൊരു നിസ്സാരമായ തർക്കമത്രേ. അതിനാൽ നിസ്സാരമോ? ഒരു മനുഷ്യന്റെ അന്നം മുടങ്ങുന്നത് നിസ്സാരമാണെങ്കിൽ ഈ രാജ്യം മഹത്താകുന്നത് എന്തിനാൽ? രാജാവിന്റെ സിംഹാസനത്തിന് കീഴിലിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും കണ്ണുനീർ രാജ്യകാര്യമാണ്. അതറിയാത്തവർ രാജകാര്യത്തിലെ കാവൽക്കാരനായിരിക്കേണ്ടതില്ല. പിതാവേ, എന്താണ് സംഭവിച്ചത്? അത് ദേവി, ഞങ്ങളുടെ വയലുകളിലേക്കുള്ള നീരൊഴുക്ക് ഭൂമി ഉടമ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വയലിലേക്കുള്ള നീരൊഴുക്ക് എവിടെയാണ് തടഞ്ഞത്? കിഴക്കേ കുളത്തിൽ നിന്നുള്ള ചാലിലാണ് ദേവി. 3 നാൾ മുൻപ് അവിടെ കല്ലും മണ്ണും കൊണ്ട് കെട്ടിയിരുന്നു. അതിനുള്ള കൽപ്പന ആരുടേതായിരുന്നു? അത് ആ ചാലിനോട് ചേർന്നുള്ള ഭൂമിയുടമയുടേത്. രാജ്യത്തിന്റെ നീരൊഴുക്ക് ഒരു പ്രഭുവിന്റെ കൽപ്പനയ്ക്ക് കീഴിലായെന്നാണോ നീ പറയുന്നത്? അത് ദേവി, ഞാൻ ഉദ്ദേശിച്ചത്. മതി, നമുക്കിപ്പോൾ തന്നെ കിഴക്കേ കുളത്തിലേക്ക് പോകേണ്ടതാണ്. അയ്യോ ദേവി, അങ്ങ് സ്വയം അവിടേക്ക് പോകേണ്ടതില്ല. ഞങ്ങൾ കാര്യങ്ങൾ പരിശോധിച്ചു കൊള്ളാം. പരിശോധിച്ചിരുന്നുവെങ്കിൽ ഇവർ ഇന്നിവിടെ നിൽക്കേണ്ടി വരുമായിരുന്നോ? ഇത് കണ്ടിട്ട് ഇന്നലെ പണിഞ്ഞതായി തോന്നുന്നില്ല. അപ്പോൾ 3 നാൾ മുൻപെന്ന് പറഞ്ഞതും സത്യമായിരുന്നു അല്ലേ? സൈനികരെ, ഈ ചാലു തുറക്കുക. ദേവി, ഞങ്ങളുടെ മക്കളുടെ വിശപ്പകറ്റിയിരിക്കുന്നു. ഈ നന്ദി ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്നോട് കടപ്പാട് പറയേണ്ടതില്ല. രാജ്യം ഭരിക്കുന്നവന്റെ ദയയാലല്ല പ്രജകൾ ജീവിക്കുന്നത്. പ്രജകളുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നതിലാണ് രാജ്യം നിലനിൽക്കുന്നത്. ഇന്നു മുതൽ രാജധാനിയുടെ കവാടത്തിലെത്തുന്ന ഓരോ പരാതിയും അവഗണിക്കപ്പെടരുത്. ഒരു പ്രജയുടെ ശബ്ദം സിംഹാസനത്തിലെത്തുന്നതിനു മുൻപേ മടങ്ങിപ്പോയാൽ
അതിൻ്റെ കുറ്റം ആ പ്രജയുടേതല്ല, അത് കാവൽ നിന്നവൻ്റേതാണ്. എന്താണിത്? എത്രയോ മുഖങ്ങൾ ഞാൻ വരച്ചിരിക്കുന്നു. രാജാക്കന്മാരെയും ദേവന്മാരെയും യോദ്ധാക്കളെയുമൊക്കെ. എന്നാൽ എന്തുകൊണ്ടാണ് നിന്റെ ചിത്രം എനിക്ക് അവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാകുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ മിഴികൾ ഇത്രമേൽ ആകർഷകമാകുന്നത്? അവയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിഗൂഢമായ ആഴം എൻ്റെ ആയുഷ്കാലം മുഴുവൻ മുങ്ങിക്കിടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏക ആഴം. ഞാൻ എന്തിനാണ് ഒരു ചിത്രത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ദേവി, ഹാ, എന്താണ്? ദേവി, അതിർത്തിയിൽ നിന്നുള്ള വാർത്ത എത്തിയിരിക്കുന്നു. എന്ത് വാർത്ത? ഒരാഴ്ചയായി നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ചിരിക്കുന്നു. സേന വിജയിച്ചിരിക്കുന്നു ദേവി. അങ്ങനെയോ? സേനാധിപൻ ഹർഷവർദ്ധനും അദ്ദേഹത്തോടൊപ്പമുള്ള വീരന്മാരും ഇന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് അറിയിപ്പ്. നല്ല വാർത്ത. പിന്നെ ദേവി, അത്താഴത്തിന് സമയമായിരിക്കുന്നു. താഴെ രാജമാത അന്വേഷിക്കുന്നുണ്ട്. ഹാ, അല്ലി പൊക്കോളൂ, ഞാൻ എത്തിയേക്കാം. ശരി ദേവി. വേഗം വരിക ഹർഷ, രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. 7 ദിനങ്ങളും 7 രാത്രികളും നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ തന്റെ രാജ്യത്തിന്റെ അഭിമാനവും സുരക്ഷയും കാത്തു സൂക്ഷിച്ച നമ്മുടെ പ്രിയങ്കരനായ ധീരസേനാപതി ഹർഷവർദ്ധൻ ഇതാ എഴുന്നള്ളുന്നു. സ്വാഗതം ഹർഷ. 7 നാൾ നീണ്ടു നിന്നിരുന്ന യുദ്ധത്തിൽ വിജയിച്ച് നീ കാത്തു സൂക്ഷിച്ചത് നമ്മുടെ നാടിന്റെ സുരക്ഷ മാത്രമല്ല, അഭിമാനം കൂടെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മാനവും സുരക്ഷയും കാക്കുക എന്നത് എൻ്റെ ജീവിത ലക്ഷ്യമാണ് പ്രഭു. സ്വന്തം ജീവിതം തന്നെ പണയപ്പെടുത്തി രാജ്യത്തിനെ സംരക്ഷിച്ച വീരനായ യോദ്ധാവിന് എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി ദേവി. എന്നാൽ ഈ വിജയത്തിൽ എനിക്ക് മാത്രമല്ല അഭിനന്ദനങ്ങൾ നൽകേണ്ടത്. യുദ്ധക്കളത്തിൽ എൻ്റെ ആജ്ഞകളനുസരിച്ച സ്വന്തം ജീവൻ ത്യജിച്ച ഓരോ പോരാളിയെയും അഭിനന്ദിക്കേണ്ടതാണ്. തീർച്ചയായും. പിതാവേ, 7 നാളുകൾ ഉറക്കം പോലും ഇല്ലായിരുന്ന രാത്രികളായിരുന്നിരിക്കുമല്ലോ. വിജയം ആഘോഷിക്കപ്പെടുന്നതിന് മുൻപ് എല്ലാ സൈനികരും വിശ്രമിക്കട്ടെ. അതേ പുത്രി, എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ. കൊട്ടാരമാകെ ആഹ്ലാദത്തിന്റെ ശബ്ദത്തിൽ മുങ്ങിയിരുന്നു. നീണ്ടുനിന്ന യുദ്ധത്തിന്റെ വിജയവുമായി ഹർഷവർദ്ധൻ മടങ്ങിയെത്തിയതിന്റെ സന്തോഷത്തിൽ രാജസഭ മുതൽ അകത്തെ മുറ്റം വരെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. സേവകർ ഭക്ഷണപാത്രങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. യോദ്ധാക്കൾ പരസ്പരം യുദ്ധത്തിന്റെ കഥകൾ പങ്കുവച്ചു. രാജാവ് തന്റെ പ്രിയപ്പെട്ട സൈന്യാധിപനോടൊപ്പം ഇരുന്ന് വിജയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എന്നാൽ ആ ആഹ്ലാദത്തിനിടയിലും അരുന്ധതി ദേവിയുടെ ശ്രദ്ധ മറ്റൊരിടത്തായിരുന്നു. ഹർഷവർദ്ധനിൽ. അവന്റെ മുഖത്ത് വിജയത്തിന്റെ ശാന്തതയുണ്ടായിരുന്നു. പക്ഷേ അവന്റെ വലതുകൈയുടെ അരികിൽ ചോരയുടെ നേർത്ത പാട് ഇപ്പോഴും കാണാമായിരുന്നു. അരുന്ധതിയുടെ മുഖത്തെ ആഹ്ലാദം പതുക്കെ മാഞ്ഞു. ഹർഷ, ഹാ ദേവി, അതെപ്പോഴാണ് സംഭവിച്ചത്? യുദ്ധഭൂമിയിൽ വെച്ചാണ് ദേവി. അവിടെ മുറിവുകൾ സ്വാഭാവികമാണല്ലോ. അതിനെ തമാശയായി കാണേണ്ടതില്ല. അല്ലി, മുറിവിനുള്ള ഔഷധം കൊണ്ടുവരിക. ആജ്ഞ പോലെ ദേവി. അയ്യോ ദേവി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു ചെറിയ മുറിവാണ്. ചെറുതാണെന്ന് തീരുമാനിച്ചതാരാണ്? അത് തന്നെയാണ് പ്രശ്നം. അത് ദേവി, എല്ലാവരുടെയും മുന്നിൽ ഒരു രാജ്ഞി തൻ്റെ സേനാനായകന്റെ മുറിവിൽ ഔഷധം വെക്കുന്നത്
അത് ഉചിതമല്ല റാണി. അങ്ങനെയെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെക്കേണ്ടതില്ല. എൻ്റെ ഒപ്പം വരൂ. ദേവി ഈ സമയത്ത് എന്നെക്കുറിച്ച് ഇത്രയും... ഇതെൻ്റെ കൽപ്പനയാണ്. സിന്നഞ്ചിരി സിന്നഞ്ചിരി രഹസ്യമേ, സിന്നഞ്ചിരി സിന്നഞ്ചിരി രഹസ്യമേ, സിന്നഞ്ചിരി സിന്നഞ്ചിരി ഗതിസായമേ. ദേവി ഇതൊന്നും വേണ്ട. ഇത്രയും നേരം യുദ്ധഭൂമിയിൽ ശത്രുക്കളോട് പോരാടിയ ഒരാൾക്ക് ഒരൗഷധത്തിന്റെ മുൻപിൽ ഇത്ര ഭയം എന്തിനു? ഭയമല്ല, പിന്നെ അങ്ങയുടെ സ്ഥാനം. എൻ്റെ സ്ഥാനമോ? ഹർഷ, മുറിവേറ്റ ഒരാളുടെ വേദനയ്ക്ക് മുൻപിൽ രാജപദവിക്ക് എന്ത് വിലയാണുള്ളത്? മുറിവേറ്റ ഒരാൾക്ക് കൈത്താങ്ങാകുന്നത് രാജകീയ ബാധ്യതയല്ല, അത് മനുഷ്യന്റെ ധർമ്മമാണ്. മുറിവേറ്റവനോട് കരുണ കാണിക്കുമ്പോൾ ഞാൻ രാജ്ഞിയല്ല, ഞാനൊരു മനുഷ്യൻ മാത്രം. വേദനിക്കുന്നുണ്ടോ? ഇല്ല. കള്ളം പറയുന്നതിൽ യുദ്ധഭൂമിയിൽ എന്നതിലും വലിയ പരിചയമുണ്ടെന്ന് തോന്നുന്നു. ചെറുതായി വേദനിക്കുന്നുണ്ട്. ഇനി മുതൽ മുറിവുകളെ ചെറുതായി കാണരുത്. അങ്ങയുടെ കൽപ്പന പോലെ. ഇത് കൽപ്പനയല്ല ഹർഷ, നിന്റെ ജീവന് വിലയുണ്ടെന്നുള്ള ഓർമ്മിപ്പിക്കലാണ്. നിന്നെപ്പോലെ തന്നെ മുറിവേറ്റ ഓരോ സൈനികനും ചികിത്സിക്കപ്പെടേണ്ടതുണ്ട്. വിജയത്തിന്റെ ആഘോഷത്തിന്റെ ഇടയിൽ എല്ലാവരും എൻ്റെ വാളിനെ കുറിച്ചാണ് സംസാരിച്ചത്. എൻ്റെ മുറിവുകളെ ശ്രദ്ധിച്ചത് ദേവി മാത്രമാണ്. വാളെത്ര ശക്തമായിരുന്നുവെന്ന് എല്ലാവരും കാണും, പക്ഷേ അതിന് പിന്നിൽ രക്തം ചീന്തിയ ഒരു മനുഷ്യനുണ്ടെന്ന് ആരും കാണാതെ പോകരുത്. ഇനി ഭക്ഷണത്തിന് മുൻപിലിരുന്നു കൊണ്ട് വീണ്ടും മുറിവ് മറയ്ക്കാൻ ശ്രമിക്കരുത്. അങ്ങയുടെ കൽപ്പനയ്ക്ക് മുൻപിൽ ഈ സേനാനായകന് കീഴടങ്ങാതെ വഴിയില്ല. ഓഹോ, അപ്പോൾ നാം എന്ത് പറഞ്ഞാലും അതിനൊക്കെ വഴങ്ങുമോ? തീർച്ചയായും. ദേവി എനിക്ക് ദോഷമുണ്ടാക്കുന്നതൊന്നും കൽപ്പിക്കുകയില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. മഹാരാജൻ, ക്ഷേത്ര മേൽശാന്തി കാളിദാസ് അയ്യർ അങ്ങേ മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നു. വരാൻ പറയൂ. മഹാരാജൻ, ഹാ, വരൂ അയ്യരെ. ഉത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാ ഒരുക്കങ്ങളും നന്നായി തന്നെ പോകുന്നു. അമ്പലത്തിന്റെ പുതുക്കിപ്പണികളൊക്കെ അവസാനിച്ചിരിക്കുന്നു. പിന്നെ 15 വർഷത്തിന് ശേഷം നടക്കുന്ന മഹോത്സവമായതുകൊണ്ട് ജനങ്ങളുടെ ആവേശം കണ്ടറിയാനുമുണ്ട്. അതെയോ? അത് വളരെ നല്ല വാർത്തയാണ്. പിന്നെ ഉത്സവത്തിന്റെ ചില പ്രധാന കലാപരിപാടികൾ കൊട്ടാരത്തിൽ തന്നെ നടത്തുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. എനിക്കും അതാണ് തോന്നുന്നത്. ദേവദാസികളുടെ നൃത്തവും സംഗീതവുമാണല്ലോ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. അവരുടെ പരിപാടികൾ കൊട്ടാരത്തിലെ പ്രാങ്കണത്തിൽ നടക്കട്ടെ. അങ്ങയുടെ ആഗ്രഹം പോലെ പ്രഭു. അവർ അതിനായി ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉത്സവ ദിവസങ്ങളിൽ കൊട്ടാരത്തിൽ ജനത്തിരക്ക് വളരെ കൂടുതലായിരിക്കും. അയൽ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ പ്രജകളെത്തും. അങ്ങനെയിരിക്കെ ദേവദാസികൾ പരിപാടി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് അവരുടെ യാത്രയിലും സുരക്ഷയിലും ഒരു വീഴ്ചയും ഉണ്ടാകരുത്. മഹാരാജൻ, അവരുടെ കാര്യം ആലോചിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. അവർ മുഴുവൻ 20 പേരിലും മുകളിലുണ്ട്. ആൾസംഖ്യ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ മതിയാകില്ല അയ്യരെ. ഉത്സവത്തിന്റെ സമയത്ത് രാജ്യം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയും. ഒരു ചെറിയ അശ്രദ്ധ പോലും അപകടമാകാം. അങ്ങ് എന്താണ് കൽപ്പിക്കുന്നത്? ഹർഷവർദ്ധന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സൈന്യത്തെ നിയോഗിക്കാം. ഹർഷവർദ്ധനോ? അതെ മഹാരാജാവേ, അത്ര വലിയൊരു സൈന്യത്തെ ദേവദാസികളുടെ സുരക്ഷയ്ക്കായി മാത്രം നിയോഗിക്കുന്നത്? അവർക്ക് സുരക്ഷ നൽകുന്നത് ഒരിക്കലും എന്റെ ബാധ്യതയല്ല അയ്യരെ. അങ്ങയുടെ കരുതൽ എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഹർഷവർദ്ധൻ ഇപ്പോഴും രാജ്യത്തിന്റെ പ്രധാന സൈനിക ചുമതലകൾ വഹിക്കുന്ന ആളാണ്. ഉത്സവത്തിന്റെ ഓരോ ദിവസങ്ങളും ദേവദാസികളെ പിന്തുടരുക എന്നത്... ഈ ജോലി ഏറ്റെടുക്കാൻ അവനേക്കാൾ മികച്ച മറ്റാരും ഈ രാജ്യത്തില്ല. അതുകൊണ്ട് ദേവദാസികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നാം ഹർഷവർദ്ധനെ നിയമിക്കുന്നു. ഹർഷവർദ്ധനെ ഇങ്ങോട്ട് വിളിപ്പിക്കുക. പ്രഭോ. വരൂ ഹർഷ, ഇരിക്കൂ. കൽപ്പിക്കുക മഹാരാജൻ. 15 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന മഹോത്സവം, അതിന്റെ ഒരുക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടല്ലോ? അതെ രാജൻ, രാജ്യം മുഴുവൻ അതിന്റെ ഒരുക്കത്തിലാണ്.
ഉത്സവത്തിന്റെ ചില പ്രധാന പരിപാടികൾ കൊട്ടാരത്തിൽ വെച്ച് നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങയുടെ തീരുമാനം പോലെ. ദേവദാസികളാണ് അവയുടെ പ്രധാന ഭാഗം. അവരുടെ പരിപാടികൾ കഴിഞ്ഞ് എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഉത്സവത്തിന്റെ സമയത്ത് കൊട്ടാരത്തിലും വഴികളിലും വലിയ ജനത്തിരക്കായിരിക്കും. അതുകൊണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു പ്രത്യേക സൈന്യത്തെ നിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര സൈനികർ വേണം പ്രഭു? നീ തീരുമാനിക്കുക. എന്നാൽ ആ സൈന്യത്തിന്റെ നേതൃത്വം നീ തന്നെ വഹിക്കണം. കൽപ്പന പോലെ രാജൻ. അവർക്ക് യാതൊരുവിധ അപകടങ്ങളും സംഭവിക്കാതെ ഞാൻ സംരക്ഷിക്കും. എന്തു പറ്റി ഹർഷ? എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. അവർ ദേവദാസികളല്ലേ? അതെ. അവർ അമ്പലത്തിൽ തന്നെയാണോ താമസിക്കുന്നത്? അതെ, എല്ലാവരും. എന്തുകൊണ്ട്? അവർക്ക് വീടുകളില്ലേ? നിനക്ക് ഇവരെ പറ്റി ഒന്നും അറിയില്ലേ? അറിയില്ല. എന്താണ്? പറയൂ. ദേവദാസികൾ ക്ഷേത്രത്തിലെ സേവകരാണ്. ചെറുപ്പത്തിലെ തന്നെ അവർ ദൈവത്തിന് സമർപ്പിക്കപ്പെടും. പിന്നെ അവരുടെ ജീവിതം ക്ഷേത്രത്തിൽ തന്നെ. അവർക്ക് കുടുംബത്തിന്റെയോ സാധാരണ ജനങ്ങളുടെയോ ബന്ധം നിലനിർത്താൻ പാടില്ല. പാടില്ല എന്നോ? അതെ, അവർ ദൈവത്തിന്റെ സേവകരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ വിവാഹമോ? ദേവദാസികൾക്ക് വിവാഹം കഴിക്കാൻ അനുവാദമില്ല. അവരെ ദേവന്മാരുടെ ഭാര്യമാരായാണ് സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നെറ്റിയിൽ സിന്ദൂരം അണിയുന്നത്. അതായത് അവരുടെ ജീവിതം തടവിലാക്കപ്പെട്ടതുപോലെയാണ് അല്ലേ? അല്ല ഹർഷ, അങ്ങനെയല്ല. അവർ തടവുകാരല്ല. അവർ ദൈവത്തിന്റെ സേവകരാണ്. അവരുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്. എന്നാൽ അത് അവരുടെ സമ്മതമില്ലാതെ ആവുമ്പോൾ അത് തടവ് തന്നെയല്ലേ? ഹർഷ, ദേവദാസികൾ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അവരെ സൈനികരുടെ കൂടെ സുരക്ഷിതമായി അയക്കാൻ മഹാരാജാവിന്റെ കൽപ്പനയുണ്ട്. എല്ലാവരും തയ്യാറാണോ? അതെ. എന്നാൽ വരൂ, നമുക്ക് പോകാം.
നന്ദിനി. ദേവി, ഈ നേരത്ത് ഇവിടെ? അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നെയോ? അതെ, എനിക്ക് നിങ്ങളിൽ നിന്ന് വില്ലും വാളും പഠിക്കണം. അങ്ങയ്ക്ക് വാൾ കൈകാര്യം ചെയ്യാൻ അറിയാമല്ലോ? അറിയാം. അതെ, നല്ല രീതിയിൽ തന്നെ. എന്നാൽ നിങ്ങളെക്കാൾ നന്നായി അറിയില്ലല്ലോ. എന്നേക്കാൾ നന്നാകണമെന്നുണ്ടോ? പഠിക്കാൻ വന്ന ഒരാൾക്ക് അത്രയും ആഗ്രഹമുണ്ടാകുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ ദേവി. പറയൂ. ഇവിടെ ഞാൻ നിങ്ങളെ രാജ്ഞിയായി കാണില്ല. പരിശീലനത്തിനായി എത്തിയ ഒരു യോദ്ധാവായി മാത്രമേ കാണൂ. അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നന്ദിനി, നമുക്ക് ഒരു ചോദ്യം ചോദിക്കാമോ? ചോദിച്ചാലും പ്രഭു. സ്വമേധയാ സ്വീകരിക്കാത്തൊരു ജീവിതം എന്തിനാണ് നീ ഇനിയും ചുമക്കുന്നത്? അതെ, ഈ ദാസിത്വം. ഇത് നിന്റെ ഇഷ്ടത്തോടെ സ്വീകരിച്ചതാണോ? ഇഷ്ടം എന്നൊരു വാക്കിന് ഇവിടെ എന്തർത്ഥമാണ് പ്രഭു? അപ്പോൾ നിന്റെ ഇഷ്ടത്തോടെയല്ല അല്ലേ? ഇഷ്ടമല്ലെന്ന് പറയുന്നതും ഞങ്ങൾക്ക് അനുവാദീയമല്ല. അപ്പോൾ വിവാഹം? ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവർക്ക് അതിനുള്ള അവകാശമില്ല. അവകാശമില്ലാത്തതാണോ അതോ അവകാശം നിഷേധിക്കപ്പെട്ടതാണോ? ഈ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള ഭൂമി നീ കണ്ടിട്ടുണ്ടോ? ഉത്സവ ദിനങ്ങളിൽ കൊട്ടാരത്തിന്റെ പ്രാങ്കണം വരെ. എന്നാൽ അതുമാത്രമല്ല ലോകം. നിലാവിന്റെ വെളിച്ചത്തിൽ ഉറങ്ങുന്ന കാടുകൾ, പുലരിയിൽ സുഗന്ധം പരതുന്ന പൂന്തോട്ടങ്ങൾ, മഴ പെയ്തു കഴിഞ്ഞ മണ്ണിന്റെ ഗന്ധം, ഇതൊക്കെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നീ ഈ ലോകം പരിചയപ്പെട്ടിട്ടില്ല നന്ദിനി. ക്ഷേത്രത്തിന്റെ 4 ചുമരുകൾക്കപ്പുറം ഒരു മനോഹരമായ ലോകമുണ്ട് നന്ദിനി. നീ ദൈവത്തിന്റെ ദാസിയാണെങ്കിൽ അതേ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നതിൽ ഈശ്വരൻ എന്തിനു കോപിക്കണം? ഈ രാത്രിയുടെ ഭംഗി നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. പ്രഭു, അത് അർദ്ധരാത്രിയിൽ എല്ലാവരും നിദ്രയിൽ ആണ്ടു കഴിയുമ്പോൾ ക്ഷേത്രത്തിന്റെ പിൻവാതിൽ വഴി ആരും കാണാതെ പുറത്തെത്തുക. ഞാൻ അവിടെ നിനക്കായി കാത്തിരിക്കും. ഞാൻ വരുമെന്നെങ്ങനെ? വരണമെന്ന് ഞാൻ കൽപ്പിക്കുന്നില്ല. എനിക്ക് നിന്നെയോ നിനക്ക് എന്നെയോ പരിചയമില്ല. അതുകൊണ്ട് എന്നെ വിശ്വസിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുകയുമില്ല. പക്ഷേ ഈ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിലെ ഒരു വ്യക്തിയെങ്കിലും ലോകം കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായി മാത്രം എന്നെ കണ്ടാൽ മതി. ബാക്കിയെല്ലാം നിന്റെ തീരുമാനം. എൻ്റെ തീരുമാനത്തിന് വില കൽപ്പിക്കുവാനും മാത്രം ആരാണയാൾ? വരുമെന്ന് ഞാൻ കരുതിയിരുന്നു. വരുമോ എന്നതിൽ എനിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു. എന്നാലും നീ വന്നല്ലോ. ഈ വരവ് ശരിയാണോ എന്നെനിക്കറിയില്ല. ശരിയാണോ തെറ്റാണോ എന്നതിനേക്കാൾ ഇന്ന് നീ നിന്റെ മനസ്സ് പറയുന്നതനുസരിച്ചു എന്നതാണ് സത്യം. എനിക്ക് ഭയമാകുന്നു. എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഭയക്കേണ്ട കാര്യമില്ല. അങ്ങേ ഞാൻ
ഇപ്പോഴും പൂർണ്ണമായി അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ നിന്നെ നിർബന്ധിച്ച് കൊണ്ടുവരാതിരുന്നത്. വരൂ. എവിടേക്ക്? നിനക്ക് രാത്രിയിലെ ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കണ്ടേ? ലോകം ഇത്ര വലുതാണോ? നീ ഇതുവരെ കണ്ടതിനേക്കാൾ വലുതാണെന്ന് മാത്രം ഞാൻ പറയാം. എന്താ? ഒന്നുമല്ല. ചിരിച്ചത് കണ്ടിട്ടും ഒന്നുമില്ലെന്ന് പറയുന്നതാണോ നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ രീതി? അങ്ങ് വളരെയധികം സംസാരിക്കുന്നുണ്ട്, നീ വളരെ കുറച്ചും. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ചേരുമ്പോൾ കണക്ക് ശരിയാകും. ഇത്രയും നിശബ്ദമായ രാത്രി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ക്ഷേത്രത്തിലെ മണികളും ജപങ്ങളും മാത്രം കേട്ട് ജീവിച്ചാൽ കാറ്റിന്റെ പോലും സ്വരം മറന്നുപോകും. കാറ്റിനും സ്വരമുണ്ടോ? ഉണ്ട്. കേൾക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല എന്നതാണ്. എനിക്കിതൊക്കെ വളരെ പുതുമയുള്ള കാര്യമായി തോന്നുന്നു. എന്നാൽ ഇന്നു മുതൽ പുതുമയല്ല. എന്തുകൊണ്ട്? ഈ രാത്രി നിന്റെ ഓർമ്മയിൽ നിൽക്കുമല്ലോ. പിന്നെ ഇനിയും ഇതേപോലെ പ്രകൃതി കാണണമെന്ന് തോന്നിയാൽ നമുക്ക് പോകാം. അങ്ങ് കേവലം ഒരു ദേവദാസിക്ക് വേണ്ടി എന്തിന്? കേവലം ഒരു ദേവദാസിയോ? നീ സ്വയം നിന്നെ കേവലം ഒരു ദേവദാസി എന്ന രീതിയിൽ കാണരുത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സഹിഷ്ണുതയുള്ള സ്ത്രീ വിഭാഗമാണ് ദേവദാസികൾ. അവർ മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം പണയപ്പെടുത്തുന്നു. പക്ഷേ നീയും ഒരു മനുഷ്യനാണ് നന്ദിനി. നിനക്ക് നിന്റേതായുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഈ ലോകം ഇത്രയും മനോഹരമാണെന്ന് ഞാൻ കരുതിയില്ല. എനിക്കെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് സാക്ഷാത്കരിച്ചു തന്ന അങ്ങയെ ഒരിക്കലും ഞാൻ മറക്കില്ല. അങ്ങയുടെ നാമം ഹർഷവർദ്ധൻ. നന്ദി. അപ്പോ പേരറിഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രഭോ എന്നുള്ള വിളി വേണ്ട. അയ്യോ, അത് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? എന്നാൽ ഇതെന്റെ കൽപ്പനയാണ്. ശുഭരാത്രി നന്ദിനി. నెలరాజుని ఇలరాణిని కలిపింది కదా సిరివెన్నెలా. దూరమా దూరమా తీరమై చేరుమా నడి రాత్రిలో తెరలు తెరచినది నిద్దురలో మగత మరిచి ఉదయించినదా కులుకు నొలుకు చెలి మొదటి కళ. తన నవ్వులలో తణుకు తణుకు తన చెంపలలో చమకు చమకు తన మువ్వలలో జనకు జనకు సరికొత్త కళ.